മരടിൽ ടൂറിസ്റ്റ് ബോട്ട് വിദേശികളുമായി യാത്ര ചെയ്യുമ്പോൾ യന്ത്രത്തകരാറ് പറ്റി പുഴയിൽ ഒഴുകി നടന്നു. കായലിൽ ടൂറിസ്റ്റുകളുമായി സവാരിക്ക് പോയ സ്വകാര്യ ബോട്ടാണ് യന്ത്രത്തകരാറിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് കായലിൽ ഒഴുകി നടന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബോട്ടിലുണ്ടായിരുന്ന വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അപ്രതീക്ഷിതമായ സംഭവത്തിൽ പരിഭ്രാന്തരായി. യന്ത്രത്തകരാറിനെ തുടർന്ന് ബോട്ടിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും കായലിൽ ടൂറിസ്റ്റ് ബോട്ട് ഒഴുകി നടക്കുകയാണ് ഉണ്ടായത്. യന്ത്ര തകരാറ് പറ്റിയ ബോട്ട് മറ്റൊരു ബോട്ട് ഉടൻ സഹായത്തിനായി എത്തി. തുടർന്ന് തകരാർ പരിഹരിച്ച് ബോട്ട് സുരക്ഷിതമായി കരക്കടുപ്പിച്ചു. സഹായത്തിന് മറ്റൊരു ബോട്ട് എത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. ഡിസംബർ 30-ന് കൊടുങ്ങല്ലൂർ പോർട്ട് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തിയതിന് ഇന്ന് യന്ത്ര തകരാറ് പറ്റിയ ബോട്ടിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ബോട്ടുകൾ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താതെ സർവീസ് നടത്തുന്നതാണ് ഇതേപോലത്തെ അപകടങ്ങൾക്ക് കാരണമെന്നും ടൂറിസ്റ്റ് ബോട്ടുകളുടെ സുരക്ഷയും പരിശോധനയും കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ നെട്ടൂർ സ്വദേശി ബിജു വിജി അധികാരികൾക്ക് പരാതി നൽകി. വൈകിട്ട് 5 മണി വരെ മാത്രം ടൂറിസ്റ്റ് ബോട്ടുകൾ സർവീസ് നടത്താനുള്ള അനുവാദം കൊടുങ്ങല്ലൂർ പോർട്ട് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത് എങ്കിലും ഈ നിർദ്ദേശങ്ങളും നിയമങ്ങളും കാറ്റിപ്പറത്തിയാണ് മരടിൽ ടൂറിസ്റ്റ് ബോട്ടുകൾ യഥേഷ്ടം സർവീസ് നടത്തുന്നത്. വലിയ അപകടമാണ് ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നിയമം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്.